രണ്ടുപേരും മാത്രം ഒതുങ്ങുന്നത്. വിവാഹശേഷം മാധ്യമങ്ങളെ കാണുകയാണ് കാളിദാസും താരണിയും. പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് താലിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞതിൽ എത്ര സന്തോഷം. ഇതാണ് വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 നിശ്ചയവും കല്യാണത്തിൻ്റെ നിശ്ചയം, പിന്നെ 2 കല്യാണം, എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്. അല്ല, അത് മാത്രമേ പറയാനുള്ളൂ. എന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും അതിനൊരു അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നും, പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം, അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ. സാധാരണ രീതിയിലുള്ള വീടുകളിൽ നടക്കുന്നതല്ല, ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും. അതിൽ അങ്ങനെയില്ല. 6 മാസം കഴിഞ്ഞ് ആവാന്നാണ് പറയുക. 6 മാസത്തിനുള്ളിൽ പാട്ടെന്ന് പറയും. സന്തോഷം. തുടർന്നുള്ള ചടങ്ങുകൾ കാര്യങ്ങളും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. അത് ഒരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രമുണ്ടല്ലോ. ഡേറ്റ് 11th. താങ്ക് യു. സുരേഷ് എല്ലാം സഹോദരനെ പോലെയല്ല, സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും. എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്. എൻ്റെ മൈസൂരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് അവർക്ക് തമിഴ് ആളുകൾക്ക് ജയറാമിനോട് പ്രത്യേക സ്നേഹമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഗുരുവായൂരപ്പൻ കാണാം. താങ്ക് യു. അണ്ണൻ എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറയാം. എന്താണ് ആദ്യം തന്നെ എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷേ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം, കണ്ടൻറ്, സാറ്റിസ്ഫൈഡ് ഫീലായിരുന്നു. എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ്, പുതിയ ഫേസാണ്. വിത്ത് മൈ പാർട്ട്ണർ താരണി. ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് വി നോ ഈച്ച് അതർ. ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം ആ സൈഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ് us. എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ, നല്ലൊരു സന്തോഷം. താങ്ക് യു സോ മച്ച്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്, എനിക്ക് അങ്ങനെ വേർഡ്സ് ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇങ്ങനെ ഒരു ഇമോഷണൽ മൂമെൻറ്റ്, വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ സംതിങ് ആൻഡ് വേർഡ്സ് ആർ ജസ്റ്റ് നോട്ട് ഇനഫ്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് എൻ്റെ ലൈഫിൽ. ഭയങ്കര ഇമോഷണൽ മൂമെൻ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ലൈക്ക് ഭയങ്കര അൺറിയൽ. അപ്പോൾ ഭയങ്കര ഹാപ്പി. എവ്രിവൺ ഇസ് വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് എല്ലാവരും. ശരി, താങ്ക് യു സോ മച്ച്.